വി.ഡി. സതീശൻ നടത്തുന്ന പുതുയുഗ യാത്ര. ഒരു വർഗീയ മുഖം കൊടുത്തുകൊണ്ടുള്ള യാത്ര. കപട മതേതരവാദികൾ നടത്തുന്ന ജനവഞ്ചനയുടെ യാത്ര. ഈ യാത്രയുടെ നെഞ്ചിനേറ്റ അടിയായിരുന്നു കാന്തപുരം എ.പി. അബൂബക്കർ മുസലിയാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഭാരതത്തിൽ മുസ്ലിങ്ങൾക്കൊരു ഭീഷണിയാണ് കേന്ദ്ര സർക്കാർ. മുസ്ലിങ്ങളെ രക്ഷിക്കുവാൻ, ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കുവാൻ, മതേതരത്വം നിലനിർത്തുവാൻ ഇവിടെ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഈ യാത്ര, നെറുകേടിൻ്റെ ഈ യാത്ര, നേരിന് നിരക്കാത്ത ഈ യാത്ര അധികാരമോഹികളുടെ കപട നാടകമാണ്. ഈ നാടകം പൊളിഞ്ഞുപോയില്ലേ? യാത്ര തന്നെ പൊളിഞ്ഞുപോയില്ലേ? മതത്തിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്ന യാത്ര. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ദേശവിരുദ്ധതയാണിത്. രാജ്യത്തിൻ്റെ ദേശീയതയെ ശിഥിലപ്പെടുത്തുന്ന കോൺഗ്രസിൻ്റെ നെറുകേട് യാത്രയാണിത്. പുതുയുഗ യാത്ര എന്ന പേര് തന്നെ എന്താണ്? ഒരു മത അധിഷ്ഠിത ഭരണകൂടത്തിൻ്റെ പുതിയ യുഗം താൻ നയിക്കുന്ന, കോൺഗ്രസ് നയിക്കുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടം കേരളത്തിൽ ഉദയം ചെയ്യും, ആ പുതിയ യുഗം വരാൻ പോകുന്നു എന്ന ഉദ്ദേശമാണ് ഈ പേരിന് പിന്നിൽ പോലും ഉള്ളത്. എന്നാൽ കാന്തപുരം മുസലിയാർ ഈ കുറുക്കന്മാരുടെ നെറുകേട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോദിജിയെ കണ്ടതെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മൻമോഹൻ സിംഗ് ഇരുന്ന കാലത്ത് കാന്തപുരം പോയിട്ടില്ല കാണാൻ. പോകേണ്ട കാര്യമില്ല. പക്ഷേ മോദിജിയുടെ കാലത്ത് കാന്തപുരം അവിടെ എത്തിയെങ്കിൽ അതിന് പിന്നിൽ ഈ നാടിന് അദ്ദേഹം നൽകുന്നൊരു സന്ദേശമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ മോദി ഭരണത്തിന് കീഴിൽ സുരക്ഷിതരാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും, മതപരമായിട്ടുള്ള അവരുടെ സമൂഹത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അത് സർക്കാരിനെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകുമെന്ന് മതവും ജാതിയും നോക്കാതെ ദേശസ്നേഹികളുടെ ഈ സർക്കാർ ഇതിന് പരിഹാരം കണ്ടെത്തുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു
ഒരിക്കലും ഇവിടെ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കത്തില്ല. ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ നിലവിൽ യാതൊരു വിഷയങ്ങളുമില്ല. വിഷയങ്ങളെല്ലാം കപട മതേതരവാദികളായി ഇടതിനും വലതിനും ഈ നാട്ടിൽ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. ഇന്ന് വി ഡി സതീശൻ്റെ പോക്കറ്റ് പൂർണ്ണമായും ശൂന്യമായിരിക്കുന്ന ഒരവസ്ഥയാണ്. NSS ഇല്ല, SNDP ഇല്ല, ക്രൈസ്തവ സഭകളില്ല. മുസ്ലിം ലീഗ് തൻ്റെ പോക്കറ്റിലാണെന്ന് ധരിച്ചിരുന്നെങ്കിൽ അവിടെയും തെറ്റുപറ്റി. മുസ്ലിം വിഭാഗം ഈ കപട മതേതരവാദികളെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് കാന്തപുരം പറഞ്ഞത് ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്. ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, ഇവിടെ ക്രൈസ്തവർക്ക് പ്രശ്നമില്ല. മതപരമായി ഇവിടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇവിടെ മതവർഗീയതയില്ല. ഒരു മഞ്ഞുകട്ട വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ 2 ഭാഗം മുങ്ങിക്കിടക്കും, ഒരു ഭാഗം മാത്രമേ പൊങ്ങിക്കൊടുക്കുന്നുള്ളൂ. അത്ര മാത്രമേ ഇവിടുത്തെ വർഗീയതയുള്ളൂ. ഇവിടുത്തെ ഇടതിനും വലതിനുമായ കുറുക്കന്മാരുടെ രാഷ്ട്രീയം ഈ നാടിനെ മതവും ജാതിയും പറഞ്ഞ് ഭിന്നിപ്പിച്ചു നിർത്തി അധികാരത്തിൽ കയറി ജനവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ കാലം അത്രയും. അതുകൊണ്ട് തന്നെ ഇന്നാട്ടിലെ ജനം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് വ്യക്തമായ മറുപടി കൊടുക്കും. ഒരു കാരണവശാലും കേരളത്തിൽ UDF അധികാരത്തിൽ വരില്ല. UDF അധികാരത്തിൽ വന്നാൽ ഇനിയും ഇവിടെ 2ാം മാറാട് സംഭവിച്ചിരിക്കും എന്നുള്ളത് ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ക്രൈസ്തവർക്കും ഇവിടുത്തെ ഹിന്ദുവിനും ബോധ്യമുള്ള കാര്യമാണ്. ഇല്ലാത്ത മതവർഗീയതയും കൊലപാതകങ്ങളും കപട മതേതരവാദികളാണ് ഈ മണ്ണിൽ സൃഷ്ടിക്കുന്നതെന്ന് കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി കേരളത്തിൽ UDF ഭരണം ഉണ്ടാകില്ല. UDFൻ്റെ കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ഈ നാടേറെ സ്നേഹിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ഇനി ഈ മണ്ണിൽ കോൺഗ്രസ് അധികാരം നേടിക്കൊണ്ടവരുടെ കൊടി ഉയർത്തില്ല. ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ ഓരോ ഇലകളും കൊഴിഞ്ഞ് ഒഴുകുന്നത് BJPയിലേക്കായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. UDF കേരളത്തിൽ അധികാരത്തിൽ വരില്ല. കാരണം മതവർഗീയതയാണ് ഇവർ പൂർണ്ണമായും ലക്ഷ്യം വെക്കുന്നത്. കാന്തപുരം മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഇവിടെ മതവൈരമുണ്ട് എന്ന് തീർത്ത് പറയുകയാണ് വി ഡി സതീശൻ. മുസ്ലിങ്ങളുടെ ചുമതല മുഴുവൻ വി ഡി സതീശൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ വി ഡി സതീശനിലാണ് എന്നുള്ള രീതിയിൽ അങ്ങേരങ്ങ് തട്ടിവിടുകയാണ്. ഇത് ഒരു നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയല്ലേ? അധികാരത്തിന് വേണ്ടി മതം പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ആ കുത്സിത ബുദ്ധി ഒരു നാടിൻ്റെ ദേശീയതയോട് കാണിക്കുന്ന മൃഗീയതയാണ്. ഈ മൃഗീയത, ഈ അധികാരക്കൊതി ഇന്നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് അനുവദിച്ചു തരില്ല.
ഇവിടെ വർഗീയതയില്ല. ഗ്രാമാന്തരങ്ങളിലൂടെ നമ്മൾ നോക്കിയാൽ ഇവിടെ മുസൽമാനും ഹിന്ദുവും ക്രൈസ്തവനും തോളോട് തോടുരുമ്മി തന്നെയാണ് നടക്കുന്നത്. പരസ്പരം പ്രശ്നങ്ങളിൽ ഇടപെട്ടും സഹായിച്ചും സഹകരിച്ചുമാണ് ഇവിടെ ജീവിക്കുന്നത്. മതതീവ്രവാദികളെ സൃഷ്ടിച്ച് അവരെ ഊട്ടി ഉറക്കി ഉണർത്തി എഴുന്നള്ളിച്ച് നാട്ടിൽ ഭരണം പിടിക്കാൻ നടക്കുന്ന നെറികെട്ട നേതാക്കന്മാർ നിങ്ങൾ കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട.